നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുന്ന വേദഭാഗങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഭയങ്കരമായിട്ട്. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് മലയാളികളായ നമ്മൾ വായിച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മുഖത്തുണ്ടാക്കിയെടുക്കുന്ന ഭാവവും ശരീര ഭാഷയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭാവവും ഭാവങ്ങളും ആണെന്നാണ്. നോ, ദാറ്റ് ഈസ് ആൻ ആക്ടിങ്. പാസ്റ്ററെ കാണുമ്പോൾ മുഖത്ത് ഏത് ഭാവം ഇടണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. വെളിയിലിറങ്ങുമ്പോൾ ഏത് ഭാവത്തിലാകണമെന്നും അവർക്കറിയാം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, വ്യക്തമായി പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ മനസ്സ്, മനോഭാവം, മൈൻഡ് ഈസ് മൈൻഡ്. അവൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയകരമാകും. യേശു മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ആ മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ സഭകളിൽ ഐക്യതയുണ്ടാകും. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ വളർച്ചയുണ്ടാകും. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുകയില്ല. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരെയും പരിഹസിക്കില്ല. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആർക്കും വിരോധമായി എഴുന്നേൽക്കില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. We want to come out the limits of a religious, ritualistic mindset. നമ്മൾ ഇന്ത്യക്കാർക്ക്, ഭാരതീയർക്ക്, എനിക്ക്, നിങ്ങൾക്ക്, എല്ലാവർക്കും, എല്ലാവരുടെ അകത്ത് ഈ റിച്വലിസ്റ്റിക് ആയ റിലീജിയന്റെ ഒരു മൈൻഡ് ഉണ്ട്. വളർന്നു വന്ന സാഹചര്യം, പഠിച്ചത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ, ജീവിതം രക്ഷപ്പെടാൻ, അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മതപരമായ ചിന്തകളിൽ നിന്നും, റിച്വലായ ആചാര അനുഷ്ഠാനങ്ങൾ, റിച്വലിസ്റ്റിക് മൈൻഡിൽ നിന്നും നീ പുറത്തു വരാതെ നിന്റെ വീട്ടിലെ ശാപങ്ങൾ മാറില്ല, നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. 100% നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെയൊക്കെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ, എത്ര പ്രവചിച്ചിട്ട് എന്ത് കാര്യം, എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്ത് കാര്യം, വേദപുസ്തകത്തിലെ 66 പുസ്തകവും പഠിച്ചിട്ട് എന്ത് കാര്യം? ആദ്യം മാറ്റമുണ്ടാകേണ്ടത് എന്റെ മൈൻഡിനാണ്, എന്റെ മനോഭാവത്തിനാണ്. ക്രിസ്തുയേശുവിന്റെ മനോഭാവം, മൈൻഡ്, മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിനോട് പറയണം, കർത്താവെ, റിച്വലായിട്ടുള്ള, റിലീജിയനായിട്ടുള്ള, മതപരമായിട്ടുള്ള ചിന്തകളുടെയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നെങ്കിൽ, ഞാൻ വിശ്വാസത്തിൽ വന്നു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ചർച്ചിൽ വരുന്നു, ബട്ട് മൈ മൈൻഡ് റിമൈൻ അൺചേഞ്ച്ഡ്. ഇപ്പോഴും എൻ്റെ മനോഭാവങ്ങൾക്ക്, എൻ്റെ മനസ്സിന്, എൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തോ കർത്താവ് ഈ കാലഘട്ടത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി തരുന്നൊരു സന്ദേശമായി എനിക്കിത് ഫീൽ ചെയ്യുകയാണ്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തത്, ഏറ്റവും കൂടുതൽ യേശു കർത്താവ് അഗ്രസീവായി നിന്നും സംസാരിച്ചത് ഈ കൂട്ടരോടായിരുന്നു. റിച്വൽസ് ആൻഡ് റിലീജിയസ് പീപ്പിൾ. ബിക്കോസ് ക്രിസ്ത്യാനിറ്റി is not a religion. Christianity is the relationship. Amen. ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണെന്ന് പറഞ്ഞു. ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണ്. നിനക്ക് ബന്ധം ഉണ്ടെങ്കിൽ നീ മതത്തിന് പുറത്താണ്. Yes, amen. നിനക്ക് ഇപ്പോഴും ബന്ധമില്ലെങ്കിൽ നീ ഇപ്പോഴും മതത്തിന്റെ ഭാഗമാണ്. Amen. Hallelujah. മമ്മ, ഇതൊരു മതമല്ല കേട്ടോ, ഇതൊരു റിലീജിയൻ അല്ല. ചുങ്കക്കാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു, വ്യഭിചാരികളായ സ്ത്രീകൾക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു,
പരീശന്മാരായ നിക്കോദിമോസുമാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു. ചുങ്കം പിരിക്കുന്ന സക്കായിമാരോടുകൂടെ അവൻ പാർത്തു. അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. ജീസസ് accepted all. Jesus loved everyone. Amen. I am his son. Yes. You are his son and daughter. Yes. Amen. We are serving that God. Amen. സകലരെയും ഒരുപോലെ അംഗീകരിച്ച, സകലരെയും ഒരുപോലെ സ്നേഹിച്ച, എല്ലാവരെയും ഒരുപോലെ കണ്ട ഒരു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, അവനെയാണ് നീ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ, അവനെയാണ് നീ ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിന്റെ മനോഭാവം, നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ മനസ്സ് അവനെ പോലെയാകട്ടെ. Amen. Hallelujah. പറഞ്ഞ ഇതൊരു മതമല്ല, ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണ്. ഇതൊരു ബന്ധമാണ്. ഒന്നുകൂടെ അപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ മരണത്തിലും മറയാത്ത ബന്ധമാണ്. മരണത്തിലും മറയാത്ത ബന്ധമാണ്. Matthew chapter 15 verses 1 to 10 please. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം. എല്ലാരും പറഞ്ഞേ സമ്പ്രദായം. സമ്പ്രദായം. പൂർവികന്മാരുടെ സമ്പ്രദായം. പൂർവികന്മാരുടെ സമ്പ്രദായം. ഞാൻ ജീവിക്കേണ്ടത് മാനുഷിക സമ്പ്രദായത്തിലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, ഒരു കർത്താവിന്റെ കുഞ്ഞ് ജീവിക്കേണ്ടത് ആഫ്രിക്കൻ കൾച്ചറിലും ഇന്ത്യൻ കൾച്ചറിലും മലയാളി കൾച്ചറിലും ചൈനയുടെ കൾച്ചറിലും ഇംഗ്ലീഷുകാരന്റെ കൾച്ചറിലും അല്ല ജീവിക്കേണ്ടത്. ദൈവരാജ്യത്തിന്റെ കൾച്ചറിലാണ് ജീവിക്കേണ്ടത്. The kingdom of God. Yes. Hallelujah. Amen. മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രിസ്തുവേശുവിനാൽ ഇന്ന് സമീപസ്ഥരായി മാറി. Amen. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് നീ പ്രവേശിച്ചത് നീതീകരണത്തിലേക്കും തന്റെ രാജ്യത്തിലേക്കുമാണ്. Amen. Now you are the part and now you are the partaker of the kingdom of God. Amen. Hallelujah. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്റെ പൗരത്വമോ, എന്റെ സിറ്റിസൺഷിപ്പ് വരെ ചേഞ്ച് ആയി സ്പിരിറ്റ് തലത്തിൽ. Amen. എന്റെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. Amen. I completely changed. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത്, പഴയ സമ്പ്രദായങ്ങൾ, പഴയ മനോഭാവങ്ങൾ, പഴയ ചിന്തകൾ, പഴയ ആചാരങ്ങൾ, പഴയ ചിന്താഗതികൾ, ഇത് പൂർണ്ണമായും കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ചു കർത്താവിന് നന്ദി പറയും. Finish. That is over. പ്രാർത്ഥിക്കണം, ഇത് പൊളിയാൻ പ്രാർത്ഥിക്കണം. Hallelujah. ഉണർവ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. Amen. എന്റെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ഈ സമ്പ്രദായങ്ങൾ പൊളിയാതെ, ഈ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന മതാചാരങ്ങൾ, ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സമ്പ്രദായങ്ങൾ പൊളിയാതെ ഒരിക്കലും ഒരു ഉണർവോ ചലനമോ ഉണ്ടാകത്തില്ല. യേശുവേ, അങ്ങ് ചിന്തിക്കുന്ന പോലെ ആ മൈൻഡ് എനിക്ക് തരണം. ക്രിസ്തുവേശുവിന്റെ മനസ്സ് തന്നെ, മനോഭാവം തന്നെ, മൈൻഡ് തന്നെ നമ്മൾക്കും ഉണ്ടാകട്ടെ. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവര് ഭക്ഷിക്കുമ്പോൾ കൈ കഴുകും. കണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ നോട്ടം. ചോറുണ്ടമ്മൻ കൈ കഴുകിയോ? എന്തുകൊണ്ടാ ഇവിടുത്തെ പിള്ളേര് നാട് വിടുന്നേ? എന്താ പുതിയ തലമുറ നാട് വിടുന്നേ? ഒറ്റ യൗവനക്കാരില്ലല്ലോ ഇപ്പൊ കേരളത്തിൽ, എല്ലാം പോവല്ലേ. They need the freedom. They need the life. അവർക്ക് സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു ജീവിതം ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു.
തൊട്ടതിനും പിടിച്ചതിനും നോക്കിയതിനും എടുത്തതിനും വന്നതിനും പോയതിനുമെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. Hallelujah. God is in control. Amen. ദൈവമാ സകലത്തെ നിയന്ത്രിക്കേണ്ടത്. Amen. We can care them, we can teach them, but we can't control them. നമുക്കവരെ കെയർ ചെയ്യാം, നമുക്കവരെ കറക്റ്റ് ചെയ്യാം. അവിടെ നടന്ന അത്ഭുതമല്ല പരീക്ഷന്മാരുടെ വിഷയം, അവിടെ അന്ധന്റെ കണ്ണ് തുറന്നതല്ല ഇവന്മാരുടെ വിഷയം. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ. ഒരിക്കൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയമോ ദൈവത്തിന്റെ മനസ്സോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊരു സാധനം പഠിച്ച് തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്, അത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ. എവിടുന്നോ എന്തൊക്കെയോ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പഠിച്ചു വെച്ചതും ഞാൻ അറിഞ്ഞു വെച്ചതും ഒക്കെ ശരിയാണോ? അങ്ങനെയാണോ ഞാൻ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ ചിന്തിക്കുന്നില്ല. Are you with me? Yes. Amen. ഒരിക്കൽ യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ അവർ വഴിയിൽ നിന്ന് കതിരി പറിച്ചു തിന്നു. കതിരി പറിച്ചു തിന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ചർച്ചിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറയാം. അവർ ചർച്ചിലോട്ട് പോവുകയാണ്. ചർച്ചിലോട്ട് പോകുമ്പം അയ്യോ എന്തോ കഴിച്ചു. ചർച്ചിൽ പോകുമ്പം ഒന്നും കഴിക്കാൻ പാടില്ല. ഇത് യേശുവിനോട് ഭയങ്കര ഭയഭക്തിയോടെയും കുറ്റബോധത്തോടെയൊക്കെയാണ് ഇവർ പറയുന്നത്. അയ്യോ കഴിച്ചു പോയി, അറിയാതെ കതിരി പറിച്ച് തിന്നുപോയി. യേശുവിനെ എൻ്റെ ഒരു ഞാൻ തോളത്ത് തട്ടിട്ട്, ഡോണ്ട് വറി, ദാവീദും കാഴ്ചയപ്പം എടുത്ത് തിന്നായിരുന്നെന്ന്. Are you with me? Yes. ദാവീദ് കതിരല്ല പറിച്ചിരുന്ന, അകത്ത് തിരുവത്താഴത്തിന് വെച്ചിരുന്ന ബ്രെഡ് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചെന്ന്. അപ്പനെ അമ്മയെയും ബഹുമാനിക്കായെന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ വീണ്ടും കർത്താവ് പറയുന്നു, ഇങ്ങനെ നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് ദുർബലമായി പോയത് എന്തുവാ? ദൈവവചനം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദുർബലമാകുന്നത് ദൈവത്തിന്റെ വചനമാ. ആമേൻ. എല്ലാവരെയും സ്നേഹിക്കണം എന്ന ഈ വചനം മനുഷ്യൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെ വഴക്കുണ്ടോ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന വചനം ഇവിടെ ആക്ടിവേറ്റഡ് ആയിരുന്നെങ്കിൽ ഇവിടെ പട്ടിണിയുണ്ടോ? നിന്റെ ശത്രുവിനെയും നീ സ്നേഹിക്കണം എന്ന വചനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ശത്രുവുണ്ടോ? ഇവിടെ നമ്മൾ നിൽക്കുന്നത് വചനത്തിലല്ല, സമ്പ്രദായത്തിലാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ മൈൻഡ് സെറ്റ്. എന്നാൽ ഇന്ന് പൊളിയേണ്ടത് ആ മൈൻഡ് പൊളിഞ്ഞിട്ട് ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുയേശുവിന്റെ മനോഭാവം കർത്താവേ നീ എനിക്ക് തരണം. റീഡ് ഇറ്റ്.